ഡെസ്റ്റിനേഷൻ ഡയറീസിൽ നമുക്ക് താജ്മഹലെ കുറിച്ച് പരിചയപ്പെടാം. താജ്മഹൽ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ്. പ്രണയത്തിന്റെ പ്രതീകമായാണ് താജ്മഹലിനെ ലോകം കാണുന്നത്. ആഗ്രയിലെ യമുന നദിയുടെ തെക്കൻ തീരത്താണ് വെളുത്ത മാർബിൾ കൊണ്ട് നിർമ്മിച്ച താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യ മുംതാസിന്റെ ഓർമ്മയ്ക്കായി ഇത് നിർമ്മിച്ചു. 1632 ആരംഭിച്ച നിർമ്മാണം 1643 പൂർത്തിയായി. പക്ഷേ മിനുക്കുപണികൾ കൂടി പൂർത്തിയായി വന്നപ്പോഴേക്കും 10 വർഷത്തേക്ക് കൂടി കടന്നുപോയി. മൊത്തം 22 വർഷം കൊണ്ടാണ് പണി പൂർത്തിയായതെന്നാണ് കണക്ക്. താജ്മഹൽ മുഗൾ വാസ്തുവിദ്യയുടെ ഒരു മാസ്റ്റർ പീസാണ്. ഇത് പേർഷ്യൻ, ഇന്ത്യൻ, ഇസ്ലാമിക് വാസ്തുവിദ്യ ഘടകങ്ങളുടെ സമന്വയമാണ്. ഒരു ചതുരാകൃതിയിലുള്ള പ്ലാറ്റ്ഫോമിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൽ 4 മിനാരങ്ങളുണ്ട്. കെട്ടിടത്തിന്റെ വശങ്ങൾ വെളുത്ത മാർബിളിൽ സങ്കീർണമായ കൊത്തുപണികളും അറബിക് ലിപിയിലുള്ള കാലിഗ്രാഫിയും അലങ്കരിച്ചിരിക്കുന്നു. പ്രധാന കവാടത്തിലൂടെ കടന്നാൽ ശവകുടീരത്തിന്റെ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന മുംതാസ് മഹലിന്റെ ശവകുടീരം കാണാം. ഷാജഹാന്റെ ശവകുടീരം പിന്നീട് അവളുടെ അരികിൽ ചേർത്തു. ശവകുടീരങ്ങളെ അലങ്കരിക്കുന്ന സങ്കീർണമായ പൂക്കൾ കൊത്തുപണിയും അർദ്ധ വിലയേറിയ കല്ലുകളും ഇവിടെ പതിച്ചിട്ടുണ്ട്. താജ്മഹലിന്റെ മനോഹരമായ പൂന്തോട്ടങ്ങളും പ്രശസ്തമാണ്. 3 വശങ്ങളിലും ഔപചാരികമായി രൂപകൽപ്പന ചെയ്ത പൂന്തോട്ടങ്ങളുണ്ട്. അവ 4 ജലധാരകളാൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. പൂന്തോട്ടങ്ങളിൽ ഫൗണ്ടനുകൾ, കുളങ്ങൾ, താമരക്കുളങ്ങൾ, വൃക്ഷങ്ങളുടെയും പൂക്കളുടെയും വിശാലമായ ശേഖരം എന്നിവ ഉൾപ്പെടുന്നു. താജ്മഹൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ്. അതിന്റെ സൗന്ദര്യവും ചരിത്രപരമായ പ്രാധാന്യവും കാരണം ഇത് ഇന്ത്യയുടെയും മുഗൾ സാമ്രാജ്യത്തിന്റെയും സാംസ്കാരിക പൈതൃകത്തിന്റെ ശക്തമായ പ്രതീകമാണ്. താജ്മഹലിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത് മുഴുവനും വെളുത്ത മാർബിളിലാണ്. ഇത് കെട്ടിടത്തിന് തിളക്കമുള്ളതും പ്രകാശവും നൽകുന്നു. മാർബിൾ പ്രദേശത്തുടനീളം നിന്ന് വാങ്ങുകയും ആനകളുടെ പുറത്തും കാളവണ്ടികളിലും താജ് സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. താജ്മഹൽ സമിതിയുടെ ഒരു ശക്തമായ ബോധം പ്രദർശിപ്പിക്കുന്നു. കെട്ടിടത്തിന്റെ മുൻവശം 4 മിനാരങ്ങളാൽ വലയം ചെയ്തിരിക്കുന്നു. കൂടാതെ പ്രധാന കവാടത്തിന് എതിർവശത്തുള്ള പിൻഭാഗത്ത് ഒരു മസ്ജിദും ഒരു ഗസ്റ്റ് ഹൗസും ഉണ്ട്. താജ്മഹലിന്റെ പ്രധാന വാതിൽ ഒരു വലിയ താഴികക്കുടത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇവാൻ എന്നറിയപ്പെടുന്ന കമാനം. ഇവാൻ സങ്കീർണമായ കൊത്തുപണികളും അറബിക് ലിപിയിലുള്ള കാലിഗ്രാഫിയും അലങ്കരിച്ചിരിക്കുന്നു. കെട്ടിടത്തിന്റെ മുഴുവൻ ഉപരിതലത്തിലും കാണപ്പെടുന്ന ഈ അലങ്കാരങ്ങൾ താജ്മഹലിന് സമ്പന്നവും സങ്കീർണവുമായ രൂപം നൽകുന്നു. താജ്മഹലിന്റെ പ്രധാന സവിശേഷത കേന്ദ്രത്തിലെ വലിയ കൂടാരമാണ്. കൂടാരം ഒരു ബൾബസ് ഡോമിനാൽ അലങ്കരിച്ചിരിക്കുന്നു. കൂടാതെ 4 ചെറിയ മിനാരങ്ങളാൽ വലയം ചെയ്തിരിക്കുന്നു. താജ്മഹൽ ഔപചാരികമായി രൂപകൽപ്പന ചെയ്ത പൂന്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. പൂന്തോട്ടങ്ങൾ 3 വശങ്ങളിലും ശവകുടീരത്തെ വലയം ചെയ്യുന്നു. കൂടാതെ 4 ജലധാരകളാൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. താജ്മഹൽ ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. റോഡ്, റെയിൽ, വിമാനം എന്നിവ വഴി എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണിത്. താജ്മഹൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദേശീയ പാതകളിലൂടെ റോഡ് മാർഗം എത്തിച്ചേരാം. ആഗ്രയിലേക്ക് ഓടുന്ന നിരവധി ബസ് സർവീസുകളുമുണ്ട്. ആഗ്രയിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഇത് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്റ്റേഷനിൽ നിന്ന് താജ്മഹലിലേക്ക് ടാക്സികളും ഓട്ടോറിക്ഷകളും ലഭ്യമാണ്. ആഗ്രയിൽ ഒരു വിമാനത്താവളമുണ്ട്. ഇത് ഡൽഹി, മുംബൈ, ചെന്നൈ തുടങ്ങിയ പ്രധാന നഗരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിമാനത്താവളത്തിൽ നിന്ന് താജ്മഹലിലേക്ക് ടാക്സികളും ഓട്ടോറിക്ഷകളും ലഭ്യമാണ്. താജ്മഹലിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.